ഓംലേറ്റ് അടിക്കുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇതുപോലുള്ളൊരു അടുപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാനാണ്. അപ്പോൾ ഇതിപ്പോൾ വിറകടുപ്പാണ്. ശരിക്കും ഈ വിറകടുപ്പൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആരൊക്കെ വിറകടുപ്പ് ഉപയോഗിക്കുന്നത് എന്നറിയില്ല. പക്ഷെ ഞാൻ കുറേ നാളായിട്ടോ വിചാരിക്കുന്നു ഇങ്ങനെ ഒരു അടുപ്പ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് ഈ ഒരു അടുപ്പ് ഉണ്ടാക്കി. സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഓംലേറ്റൊക്കെ അടിച്ച് കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു വുഡ് സ്റ്റവ് ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഒരു പഴയ പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ചെറിയ ബക്കറ്റാണ് കേട്ടോ. ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് മുഴുവനായിട്ട് നമുക്ക് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള, നമ്മൾ ഫ്രൈ ചെയ്യാനൊക്കെ എടുത്തിട്ടുള്ള ഓയിൽ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതേ ബക്കറ്റിൻ്റെ മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടുള്ള സിമെൻറ്റ് മിക്സ് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് 3 ബൗളിൽ പീസ് സാൻഡിലേക്ക് 1 ബൗള് സിമെൻറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അത് രണ്ടും കൂടെ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു മിക്സ് അധികം ലൂസും ആവരുത്, അതുപോലെ തന്നെ നന്ന തിക്കും ആവരുത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു മിക്സ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബക്കറ്റിന് അടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിവശം ഒരു ഇത്തിരി കട്ടി വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയൊരു പീസ് കമ്പി കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉറപ്പ് കിട്ടും കേട്ടോ. അടുത്തതായിട്ട് ഇതുപോലെ 2 പീസ് തെർമോക്കോളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബക്കറ്റിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കാൻ പറ്റുന്ന തെർമോക്കോളിൻ്റെ പീസ് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ശേഷം നമ്മൾ ഈ തെർമോക്കോളിൻ്റെ 2 സൈഡിലുമായിട്ട് ഇതുപോലെ നമ്മുടെ സിമെൻറ്റ് മിക്സ് ഒന്ന് നിറച്ച് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ തെർമോക്കോളിന് സമമായിട്ട് വേണം കേട്ടോ ഇതുപോലെ 2 സൈഡിലും സിമെൻറ്റ് മിക്സ് നിറച്ച് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാനിത് ഇതുപോലെ കുറച്ച് കമ്പികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പി ഞാൻ ഈ ബക്കറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ വാർപ്പിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പി ഉണ്ടാവുമല്ലോ, അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബക്കറ്റിൻ്റെ കമ്പി തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് കേട്ടോ നമ്മൾ ഈ കമ്പി വെച്ച് കൊടുക്കേണ്ടത്. ശേഷം അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ തെർമോക്കോൾ വെച്ച ആ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗത്തിന് കണക്കായിട്ട് ഇതുപോലെ പീസ് സാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിക്ക് പീസ് സാൻഡ് ഇടാൻ പൂഴ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഒരു സൈഡിലോട്ടുള്ള കമ്പീൻ്റെ മുകളിലായിട്ട് കുറച്ച് സിമെൻറ്റ് മിക്സ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികം കനത്തിലൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ, ലൈറ്റായിട്ട് ആ കമ്പി അവിടെ ഒന്ന് ഉറച്ച് നിൽക്കാനായിട്ട് വേണ്ടി മാത്രം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ വാഴയുടെ 2 പീസുകളാണ്. ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും അടുത്തത് നമ്മൾ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും. അപ്പോൾ ഈ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പീസ് നമ്മുടെ മറ്റേ പീസുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ തന്നെ വേണം നിങ്ങൾ ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. പീർക്കിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതെടുത്തിട്ട് നേരെ നമ്മുടെ ഈ ബക്കറ്റിലോട്ട് ഇറക്കി വെക്കാം. ശേഷം ഈ ഒരു നമ്മുടെ വാഴയുടെ പീസിൻ്റെ ചുറ്റിലുമായിട്ട് നമുക്ക് സിമെൻറ്റ് മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സിമെൻറ്റ് മിക്സ് എടുക്കുമ്പോൾ ഞാൻ ആ റേഷ്യോ കാണിക്കാൻ വേണ്ടി മാത്രം ആ ഒരു അളവിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പ്രസ് ചെയ്ത് വീണ്ടും ഇതിലോട്ട് സിമെൻറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കമ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഭാഗത്തോളം ഇതുപോലെ സിമെൻറ്റ് മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു കമ്പിയുടെ നെറ്റ്, അതായത് നമ്മൾ കോഴിക്കൂടിനടിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിമെൻറ്റ് മിക്സ്, അതായത് അടുപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചൊന്ന് സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കമ്പി ഇറക്കി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരിയതായിട്ടുള്ള ഏത് കമ്പി വേണമെങ്കിലും ഇതുപോലെ അങ്ങ് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഈ കമ്പിക്ക് ഉള്ളിലും അതുപോലെ തന്നെ പുറത്തുമൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു സിമെൻറ്റ് മിക്സ് മുഴുവനായിട്ട് തന്നെ അങ്ങ് നിറച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു വാഴയുടെ പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു സിമെൻറ്റ് മിക്സ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. നമ്മൾ ഈ വാഴയുടെ പീസ് വെച്ചതിന് കണക്കായിട്ട് നമുക്ക് ഹോള് കിട്ടേണ്ടതാണ്. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾ ഈ ഒരു സിമെൻറ്റ് മിക്സ് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഈ ഒരു പീസ് സാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഗ്യാപ്പൊക്കെ നമ്മൾ ഇതുപോലെ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ബക്കറ്റ് നിറയുന്ന അത്രയും ഭാഗത്തോളം നമുക്ക് ഇതുപോലെ സിമെൻറ്റ് മിക്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകൾ വശത്തോളം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു വാഴയുടെ പീസ് കുറച്ച് വലുത് എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു ബക്കറ്റിന് സമമായിട്ട് തന്നെ എടുക്കാവുന്നതാണ്.
ഇതുപോലെ ബക്കറ്റ് മുഴുവനായിട്ട് തന്നെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലായിട്ട് കുറച്ച് സിമൻറ്റ് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 2 ദിവസം വരെ ഒന്ന് സെറ്റാകാനായിട്ട് വെക്കണേ. 2 ദിവസത്തിന് ശേഷം ദേ ഇതുപോലാണ് കേട്ടോ ഇരിക്കുന്നത്. എല്ലാം സെറ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇറക്കി വെച്ച ഓരോ സാധനങ്ങളും അങ്ങ് എടുത്ത് കളയണം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആ വാഴയുടെ പീസ് ഞാൻ മുകളിൽ നിന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നേരെ അങ്ങ് കമിഴ്ത്തി വെക്കാം കേട്ടോ. അപ്പോൾ കമിഴ്ത്തി വെക്കുമ്പോൾ തന്നെ നമുക്കിത് അടർത്തിയെടുക്കാനായിട്ട് പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ബക്കറ്റിൻ്റെ മുകളിലായിട്ട് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലുള്ളൊരു ഫ്ലാസ്കിൽ വെള്ളം എടുത്തിട്ട് അത് മുഴുവനായിട്ട് തന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ റൗണ്ടായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈസിയാണ് ഇത് വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എളുപ്പത്തിൽ തന്നെ നമുക്കത് വലിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് നേരെ അങ്ങ് തിരിച്ച് വെക്കുക. എന്നിട്ട് തിരിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയ ഓരോ സാധനങ്ങളും നമ്മൾ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വെച്ചിട്ടുള്ള തെർമോക്കോൾ അങ്ങ് മാറ്റാം. തെർമോക്കോൾ ഞാനിത് മുഴുവനായിട്ട് തന്നെ അങ്ങ് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു വിറക് വെക്കുന്ന സ്പേസ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു പേച്ചൊക്കെ ഉണ്ടാകും. അതൊക്കെ നമുക്ക് വീണ്ടും സിമൻറ്റ് മിക്സ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സൈഡ് നമ്മളിത് ഇതുപോലെ വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുകൾ വശവും ഇതുപോലെ കത്തി വെച്ചിട്ട് തന്നെ അങ്ങ് മുഴുവനായിട്ട് വലിച്ചെടുക്കാം. അകത്ത് നമ്മൾ വെച്ചിട്ടുള്ള എല്ലാ പീസുകളും ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് വേസ്റ്റ് വരുന്നതൊക്കെ നമുക്ക് അങ്ങ് എടുത്ത് കളയാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തി വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പേച്ച് വർക്കൊക്കെ നമുക്ക് സിമൻറ്റ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊരു 2-3 ദിവസമെങ്കിലും ഒന്ന് നനച്ച് വെക്കണേ. അപ്പോഴേ ഇത് നന്നായിട്ട് അങ്ങ് സെറ്റായിട്ട് വരൂ. 3 ദിവസത്തിന് ശേഷം നമ്മൾ നനച്ചൊക്കെ വെച്ച് നമ്മൾ അടുപ്പിതേ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമുക്കതിൽ വെണ്ണീര് കളക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മറ്റേ സ്പേസ് നമുക്ക് വിറക് കത്തിക്കാനുള്ളതും. അപ്പോൾ നമ്മൾ അടുപ്പ് നല്ല അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ എൻ്റെ അടുത്തൊരു പഴയ സ്റ്റവ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകൾ ഭാഗമാണ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിമൻറ്റ് തന്നെ വെച്ചിട്ട് ഇതിനൊരു സ്റ്റാൻഡ് പോലെയും ആക്കി കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇത് പഴയതുള്ളതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുപ്പ് ഇതേ ഉണങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് കത്തിക്കാനായിട്ട് പോവാണേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വുഡ് സ്റ്റൗവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ എൻ്റെ ഈ കൃഷ്ണാവി എന്നുള്ള പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കൃഷ്ണാവി എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.